നമസ്കാരം. ഉത്തർപ്രദേശിലെ ഭീം ആർമി പാർട്ടിയുടെ തലവനായ ചന്ദ്രശേഖർ ആസാദിന് Y+ കാറ്റഗറി സുരക്ഷ ഉറപ്പുവരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. 11 പേരടങ്ങുന്ന സുരക്ഷാ ടീമിനെയാണ് ചന്ദ്രശേഖർ ആസാദിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. തന്റെ ജീവന് വലിയ തോതിലുള്ള ഭീഷണിയുണ്ട് എന്ന് അടുത്തിടെ ചന്ദ്രശേഖർ ആസാദ് യോഗി ഭരണകൂടത്തെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് സംസ്ഥാന പോലീസിന്റെ ഭാഗത്ത് നിന്നും വിശദമായ ഒരു അന്വേഷണം ഉണ്ടായി. ആ അന്വേഷണത്തിനൊടുവിൽ ചന്ദ്രശേഖർ ആസാദിന്റെ ആ ക്ലെയിം ശരിയാണ് എന്ന് തെളിഞ്ഞതോടുകൂടി ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഉത്തർപ്രദേശ് പോലീസ് കൈമാറുകയായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് Y+ കാറ്റഗറി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ ഉത്തർപ്രദേശിലെ ദയോബന്ദിൽ വെച്ച് കാറിലെത്തിയ ആക്രമികൾ ആസാദിന് നേർക്ക് വെടിയുതിർത്തിരുന്നു. ഈ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് അന്ന് തന്നെ UP പോലീസ് അദ്ദേഹത്തിന് സായുധ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ഈ Y+ കാറ്റഗറി സുരക്ഷ ചന്ദ്രശേഖർ ആസാദിന് UPയുടെ അതിർത്തിക്കുള്ളിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഇന്നലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതിന്റെ ചുമതല ഏറ്റെടുത്തിട്ടുമുണ്ട്. എന്തായാലും ഉത്തർപ്രദേശിലെ നാഗിന മണ്ഡലത്തിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ മാറ്റുരയ്ക്കാൻ ഭീം ആർമി പാർട്ടിയുടെ തലവനായ ചന്ദ്രശേഖർ ആസാദ് കൂടി കളത്തിലിറങ്ങുന്നതോടുകൂടി ഉത്തർപ്രദേശിൽ പോരാട്ടം പൊടിപാറുമെന്നുറപ്പാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.